ഹലോ ഗൈസ് വെൽക്കം ടു ഒരു പുതിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് ഉള്ള ട്രിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പല്ല, എന്നാൽ ഒരുപാട് ബഡ്ജറ്റ് കുറഞ്ഞ ട്രിപ്പല്ല, ഇൻ ബിറ്റ്വീൻ ട്രിപ്പാണ്. അപ്പോൾ അത് എങ്ങനെ പ്ലാൻ ചെയ്തു, എങ്ങനെയാണ് ട്രാവൽ ചെയ്തതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അത് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞങ്ങളുടെ യാത്ര ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്ന് ഞങ്ങൾ ചെന്നൈയിലേക്ക് ട്രെയിനിലാണ് സഞ്ചരിച്ചത്. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കാനാണ് തീരുമാനിച്ചത്. ചെന്നൈ ടു ഗോരഖ്പൂർ. ഗോരഖ്പൂർ യു പിയിലെ ഒരു ടൗൺ ആണ്. ഗോരഖ്പൂർ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നേപ്പാൾ ബോർഡർ, അതായത് യു പി നേപ്പാൾ ബോർഡറായ സനോലിയും ഗോരഖ്പൂരും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉള്ളത് കാരണം മാക്സിമം ബഡ്ജറ്റ് കമ്മിയാക്കിയിട്ട് പോകാൻ നോക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്തത്. ഗോരഖ്പൂർ എയർപോർട്ട് ഇറങ്ങി അതിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ ചെന്നത് ഗോരഖ്പൂർ ബസ് സ്റ്റാൻഡിലേക്കാണ്. വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് വൃത്തിയുടെ കാര്യത്തില് ഭയങ്കര കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ആൾക്കാര് എന്താ പറയാ, കുറ്റ ചോദിച്ചാൽ അവിടെ ഇവിടെ കുപ്പിയിട്ടും ഒരു വൃത്തിയില്ലാത്ത, മൊത്തത്തിൽ വൃത്തിയില്ലാത്ത സ്ഥലമാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഭക്ഷണം ഇവിടെ കഴിക്കാൻ കയറിയത്. കാരണം സനോലി എത്തിയാൽ ഇനിയിപ്പോ എന്താ പാടം അറിയില്ല. അപ്പൊ ബസ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ കയറി ഒരു 6 മണിയാകുമ്പോഴത്തേനും സനോലി എത്താം. 7 മണിയാകുമ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിയുന്ന വിചാരിക്കണേ. ലെറ്റ് സീ. ഇന്ത്യ നേപ്പാൾ ബോർഡറായ സനോലിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഗോരഖ്പൂരിൽ നിന്നും സനോലി ബോർഡറിലേക്ക് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന ബസ്. 150 രൂപയായിരുന്നു നമ്മുടെ അടുത്ത് മേടിച്ച ടിക്കറ്റ് ചാർജ്. പോകുന്ന വഴിക്ക് ബസ് ഡ്രൈവർ ഒരു ചെറിയ പഞ്ചാബി ചായക്കടയിൽ നിർത്തി ഒരു ചായയും കുടിച്ചു. വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം ഇരുണ്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ സനോലി ബോർഡർ എത്തി. ഈ കാണുന്നതാണ് സനോലി ബോർഡറിൻ്റെ കവാടം. ബോർഡർ കടന്ന ഉടനെ തന്നെ ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ മണി നേപ്പാളി റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ ബോർഡർ കടന്നാൽ നിങ്ങളുടെ വലതുവശത്ത് ഒരുപാട് മണി എക്സ്ചേഞ്ചസ് കാണാൻ പറ്റും. അവിടെ എവിടെ ചെന്നാലും സിമിലർ റേറ്റിൽ നിങ്ങൾക്ക് മണി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മണി കൺവേർട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മളെ ബസ് വെയിറ്റിംഗ് ആയിരുന്നു. ബസ്സിലേക്ക് ചെന്നു, ബസ് കയറി അങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ഓൾറെഡി തന്നെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. 12 ഏഷ്യ ഗോ എന്ന വെബ്സൈറ്റിലാണ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും സനോലി ബോർഡറിൽ ചെന്നാൽ ഒരുപാട് പ്രൈവറ്റ് ബസ്സസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ബസ് യാത്ര തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ബസ്സിലെ കണ്ടക്ടർ വന്ന് പറയുന്നത് റോഡ് മൊത്തം ബ്ലോക്കാണ്, സോ നമ്മൾ വേറെ റൂട്ട് എടുക്കുകയാണ്, അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ആവുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് 400 രൂപ, അതായത് നേപ്പാളി 400 രൂപ വെച്ച് പുള്ളിക്കാരൻ മേടിച്ചു. ടോട്ടലി 800 എക്സ്ട്രാ നേപ്പാളി റുപ്പീസ് ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുത്തു. കാരണം റോഡ് ബ്ലോക്കാണ്, ബ്ലോക്കിൽ പെടാതിരിക്കാൻ വേറെ ഒരു ചുറ്റി കറങ്ങി പോകുന്ന റൂട്ട് എടുത്തിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് പൈസ മേടിച്ചു. നമ്മളടുത്ത് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാരുടെ പൈസ മേടിച്ചു. 7-8 മണിക്കൂറിൽ നമ്മൾ നോർമലി കാഠ്മണ്ഡു എത്തേണ്ടത്, നമ്മളത് 16 മണിക്കൂറിനടുത്തായിട്ടാണ് നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് എത്തിയത്. ഉച്ചയോടെയാണ് നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിയത്. ഈ കാണുന്നതാണ് കാഠ്മണ്ഡുവിലെ മെയിൻ ബസ് സ്റ്റാൻഡ്. കാഠ്മണ്ഡുവിൽ നിന്നും മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും ഇവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യും. റൂം ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു ടാക്സിക്കാരനോട് തമിഴിൽ ആക്കിത്തരാൻ, അതായത് തമിഴിൽ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഏരിയ ആണ്. തമിഴിൽ എന്ന് പറഞ്ഞിട്ട് കാഠ്മണ്ഡുവിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ആക്കിത്തരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു ഞങ്ങളോട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. ഞങ്ങളില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമിൽ ഞങ്ങൾ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു റൂമിൽ കൊണ്ടാക്കി. 1700 ഇന്ത്യൻ റുപ്പീസാണ് ഒരു ദിവസം ഞങ്ങളുടെ റൂം വാടക. ഞങ്ങൾ ടയേർഡായതുകൊണ്ടും അധികം റൂം നോക്കി നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ആ പ്രൈസിന് ഞങ്ങൾ ഓക്കെ അടിച്ച് റൂമിൽ കയറിയിരുന്നു. റൂമിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞ് ഫ്രഷായി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേ പൊരിഞ്ഞ മഴ. മൂഡ് മൊത്തം ഓഫായിപ്പോയി. അടിപൊളി മഴയായിരുന്നു. അത്ര നേരം വെയിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു. ശരി, രണ്ടും കൽപ്പിച്ച് ഞാനും ചിഞ്ചുവും പതിയെ നടക്കാൻ ഇറങ്ങി. തമിഴ് സ്ട്രീറ്റിലൂടെ പതിയെ നടന്ന് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ കാണുന്നതാണ് തമിഴ് സ്ട്രീറ്റ്. കാഠ്മണ്ഡുവിലെ തന്നെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനും അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറേ സോനിയർ ഷോപ്സും ക്ലോത്തിങ് ഷോപ്പും റെസ്റ്റോറൻറ്റ് ബാർസൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴാണ് ഒരു ശാന്തി സ്തൂപ കണ്ടത്. നേപ്പാളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ശാന്തി സ്തൂപാസ് കാണാൻ പറ്റും. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മൾ നേരെ ദർബാർ സ്ക്വയറിലോട്ട് നടന്നു. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒന്നാണ് ഈ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ. ഇവിടെ നമുക്ക് വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളും അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്ത്യക്കാർക്ക് എൻട്രി ടിക്കറ്റ് 500 നേപ്പാളി റുപ്പീസാണ്.
നല്ല മഴ ആയതുകൊണ്ടും സമയം വൈകിയതുകൊണ്ടും പാലസ് ക്ലോസ്ഡ് ആയിരുന്നു. പൊതുവേ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയും കുടിച്ച് നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോന്നു. നമ്മുടെ ഡേ 1 ഇതോടെ കംപ്ലീറ്റ് ആയി.